കാര്യവട്ടം ക്യാമ്പസിനുള്ളിൽ മനുഷ്യ അസ്ഥികൂടം കണ്ടെത്തിയ സ്ഥലത്ത് പരിശോധന. പോലീസും ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, എങ്ങനെയാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത്? എന്തെല്ലാമാണ് കിട്ടുന്ന സൂചനകൾ? വേണു, രാവിലെയോട് തന്നെ ഫയർഫോഴ്സും ഡോഗ് സ്ക്വാഡും ഈ സംഭവ സ്ഥലത്തെത്തി. അതായത് ഈ കാര്യവട്ടം ക്യാമ്പസിനുള്ളിൽ അസ്ഥികൂടം കണ്ടെത്തിയ ആ സ്ഥലത്തെത്തിയ വാട്ടർ ടാങ്കിന് ഉള്ളിൽ ഇറങ്ങി അസ്ഥികൂടം പുറത്തെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ മനുഷ്യന്റെ നിന്ന് സൂചിപ്പിക്കുന്ന അസ്ഥികൂടം കണ്ടെത്തിയത്. ഈ ക്യാമ്പസിലെ ജീവനക്കാരാണ് ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. അത് ഇന്നലെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് കഴിഞ്ഞിരുന്നില്ല. മതിയായ സുരക്ഷാ ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിൽ എടുക്കാൻ കഴിയാഞ്ഞത്. ഈ ജീവനക്കാർ ഈ വാട്ടർ ടാങ്കിന്റെ മാൻഹോളിലൂടെയാണ് ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടത്. ഇത് പുറത്തെടുക്കാൻ ഇന്നലെ വൈകുന്നേരം രാത്രി ശ്രമിച്ചെങ്കിലും അത് കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെ തന്നെ ഡോഗ് സ്ക്വാഡും അതേപോലെ തന്നെ പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവ സ്ഥലത്തുണ്ട്. അവർ അസ്ഥികൂടം പുറത്തെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.